ക്രിസ്തുമസ് ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ റിഡംഷൻ കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ പങ്കെടുത്തു. അത് ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് വേനൽ മഴ പോലെ ആശ്വാസകരമായി തീർന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രധാനമന്ത്രി മോദിക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളും അവിടെ നടന്നു. അതിനുശേഷം അദ്ദേഹം ക്രൈസ്തവരുടെ മതഗ്രന്ഥമായ വിശുദ്ധ ബൈബിള് ചുംബിക്കുന്നതായി പത്രങ്ങളിൽ ചിത്രം കണ്ടു. അതിനെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ നാടകമായി കണക്കാക്കാനാവുകയില്ല. കാരണം പ്രധാനമന്ത്രി മോദി വലിയ ഭക്തനും ഈശ്വരവിശ്വാസിയുമാണ്. പ്രധാനമന്ത്രിക്ക് എല്ലാ മതങ്ങളും ഒരുപോലെ പ്രധാനപ്പെട്ടതും പ്രിയപ്പെട്ടതുമാകേണ്ടതാണ്. ക്രൈസ്തവ വിശ്വാസികളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സുദിനത്തിൽ പ്രധാനമന്ത്രി കാണിച്ച താൽപ്പര്യവും ഐക്യദാർഢ്യവും ആ വിശ്വാസ സമൂഹത്തിന് വലിയ പ്രതീക്ഷയും ധൈര്യവും നൽകുന്നതാണ്. തൻ്റെ സാന്നിധ്യം സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സഹാനുഭൂതിയുടേതുമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ക്രൈസ്തവ ന്യൂനപക്ഷം ആഗ്രഹിക്കുന്നത് അതാണ്. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യവും അദ്ദേഹം പ്രകടിപ്പിച്ച അനുഭാവവും ക്രൈസ്തവർക്കെതിരെ ആക്രമണങ്ങൾ നടത്തുന്നവർ തിരിച്ചറിയുകയും സ്വാഭാവികമായും അവരുടെ പെരുമാറ്റത്തിൽ മാറ്റമുണ്ടാവുകയും ചെയ്യുമെന്ന് ക്രൈസ്തവർ പ്രത്യാശിക്കുകയാണ്.